ഇച്ചിരി വെയിൽ കൊള്ളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജനൽ തുറന്നിട്ട് കൊടുത്തേനെ. നമുക്ക് ജനലൊന്നും അങ്ങനെ തുറന്നിടാൻ പറ്റത്തില്ല. എങ്കിൽ അതുവഴിക്ക് തന്നെ ചിലപ്പോൾ താഴെ ഒരു സൺഷെയ്ഡുണ്ട്, അതിലോട്ടങ്ങോട്ട് ചാടും. ഒരു ദിവസം രാത്രി ഇവൻ ചാടിക്കളഞ്ഞു. പിന്നെ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ചാടി അവിടെ നിൽക്കണോണ്ട് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റൂളൊക്കെ കൊണ്ടുപോയി ഒരു പാടുപെട്ടാണ് എൻ്റെ മോൻ പിടിച്ചെടുത്തത്. പിന്നെ അവിടെ നിന്നും താഴോട്ട് ചാടിയ നേരെ പട്ടിയുടെ വായ്ക്കകത്തോട്ടാണ്. ഇപ്പോൾ ഇത് തന്നെ കുഞ്ഞുവിൻ്റെ അവസ്ഥ. ഇങ്ങനെ യൂറിൻ സ്പ്രേ ചെയ്യണോണ്ട് നമ്മൾ നാപ്പി ഇട്ടാണ് വീടിനകത്ത് കയറ്റുന്നത്. അപ്പോൾ അതിൽ കാണാം രസകരമായ കാഴ്ച. നാപ്പി ഇട്ടും കൊണ്ട് വാല് പൊക്കി സ്പ്രേ അടിക്കും അവൻ്റെ ആശ്വാസത്തിന് വേണ്ടിയിട്ട്. ലിയോ പൂച്ച ഭയങ്കര ശല്യക്കാരിയാണ് കേട്ടോ. ഇവ അങ്ങ് അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ നഖം കൊണ്ട് ഇങ്ങനെ ഉടക്കി വലിക്കും തലയിൽ. അപ്പോൾ അവന് പേടിയാണ്. അതുകൊണ്ടാണ് ഒരു വിധത്തിൽ അവൾ ജീവിച്ചു പോണത്. കുഞ്ഞ് ഒത്തിരി പാവമാണ് കേട്ടോ. ഈ പാവമെന്ന് പറഞ്ഞാൽ അവൻ്റെ സൗണ്ടും തീരെ കുറവ്, നല്ല മനുഷ്യന് ഇഷ്ടം തോന്നുന്ന സൗണ്ടാണ് അവൻ്റെ. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം തോന്നുന്നു എന്നേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാവാം ചിലപ്പം സ്വീറ്റ് സൗണ്ടായിട്ട് തോന്നുന്നത്. പരിശോധന നടത്തുകയാണ്. സിറ്റുവേഷൻസൊക്കെ എങ്ങനെ താഴെ ചാടാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ. ബാൽക്കണിയിലൊക്കെ കൊണ്ട് വച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ അവിടെ വെയിലില്ല അങ്ങനെ. അപ്പോൾ കുറച്ച് നേരം ഈ ജനലിൽ കൂടെ വെളിയിറങ്ങിയിരുന്ന കുറച്ച് വെയിലൊക്കെ തട്ടും. ഈ നിക്കർ പരീക്ഷണം എല്ലാവർക്കും നടത്താവുന്നതേ ഉള്ളൂ കേട്ടോ. ഓപ്പറേഷൻ ചെയ്യണേക്കാട്ടും മാസം ഒരു 100-300 രൂപയേ ഉള്ളൂ നാപ്പി വാങ്ങാനായിട്ടേ.